സിൽവർ റെയിൽ പദ്ധതിക്ക് വേറെ വഴി നോക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു. കെയറെയിൽ പദ്ധതിയിൽ ഇനി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ലെന്നാണ് തോന്നുന്നത്. അതിനർത്ഥം പദ്ധതി ആകെ ഉപേക്ഷിക്കുന്നു എന്നല്ല, വേറെ വഴി നോക്കേണ്ടി വരുമെന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. 2020 ഏപ്രിൽ 15-നാണ് സിൽവർ ലൈൻ പാതയുടെ DPR കെയറെയിൽ ബോർഡ് അംഗീകരിച്ചത്. 63,941 കോടി രൂപയായിരുന്നു പദ്ധതി ചെലവ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 530 കിലോമീറ്റർ പാതയിൽ 3.54 മണിക്കൂറിൽ യാത്ര സാധ്യമാക്കലായിരുന്നു പ്രധാന ലക്ഷ്യം. ജൂണിൽ കേന്ദ്ര സർക്കാരിന് ഇത് സമർപ്പിച്ചു. എന്നാൽ കേന്ദ്ര അനുമതി ലഭിച്ചില്ല. തുടർന്ന് സാമൂഹികാഘാത പഠനം നടത്താതെ സർക്കാർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നതോടെ പ്രതിഷേധങ്ങൾ ഉയർന്നു. കേന്ദ്ര അനുമതി ലഭിക്കാതെയും പ്രതിഷേധങ്ങൾ ശക്തമായതോടെയും 2022 നവംബർ അവസാനത്തോടെ സിൽവർ ലൈനിൽ നിന്ന് തൽക്കാലം പിന്മാറാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിട്ടത് 51.26 കോടി രൂപയാണ്. സാമൂഹികാഘാത പഠനത്തിനായി നാട്ടിയ മഞ്ഞ കുറ്റികൾ പറിച്ചതിന്റെ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് 50-ലേറെ കേസുകളാണ്. DPRന് അനുമതി കിട്ടാതിരുന്നിട്ടും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വിവിധ പഠനങ്ങൾക്കായി വീണ്ടും പണം ചെലവിട്ടുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കിന്റെ പുറത്താണ്. പ്രതീക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ ചെലവിട്ട കോടികൾക്കും സമരക്കാർ തല്ലുകൊണ്ടതിനും ആര് ഉത്തരവാദിത്തമേൽക്കും എന്നതിന് ഉത്തരമില്ല. രാഷ്ട്രീയ കാരണങ്ങളിലാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതെന്നാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും വാദം. എന്നാൽ കേന്ദ്രവും സംസ്ഥാനവുമായി ഉടക്കുനിൽക്കുന്നതും റെയിൽ പദ്ധതിയുടെ ഗേജ് സംബന്ധിച്ച തർക്കത്തിലാണ്. നിലവിലെ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്നതിന് ബ്രോഡ് ഗേജിൽ പദ്ധതി നടപ്പിലാക്കണമെന്ന് കേന്ദ്രവും സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് മാറാനാകില്ലെന്ന് സംസ്ഥാനവും വാദിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഗേജിൽ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കെയറെയിൽ കഴിഞ്ഞ ജൂണിൽ അവസാനത്തെ കത്തയച്ചത്. ഇതിന് മറുപടി നൽകാതെ DPRൽ കുഴപ്പങ്ങൾ കണ്ടെത്തിയതിനാൽ പരിഷ്കരിക്കാൻ കേരളത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ പാർലമെന്റിൽ കേന്ദ്രം വ്യക്തമാക്കിയത്. അതേസമയം റെയിൽവേയുടെ വിവിധ പദ്ധതികളുടെ നിർമ്മാണവും സ്മാർട്ട് സിറ്റി, KSRTC, കിഫ്ബി, കൊച്ചി മെട്രോ, രണ്ടാം ഘട്ട വികസനത്തിന്റെ സാധ്യതാ പഠനം തുടങ്ങിയവയുടെ കൺസൾട്ടൻസി പ്രവർത്തനമാണ് കെയറെയിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, വർക്കല ശിവഗിരി സ്റ്റേഷൻ എന്നിവയുടെ നവീകരണം, എറണാകുളം ജംഗ്ഷൻ, വള്ളത്തോൾ നഗർ സെക്ഷൻ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് പ്രവൃത്തി എന്നിവ കെയറെയിലാണ് ചെയ്യുന്നത്. 22 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണമുണ്ട്.